നിന്നാണ് രക്ഷ എന്ന് പ്രാർത്ഥിക്കുന്ന തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മുസ്ലിമുമ്മ ഇവർക്കെങ്ങനെ ഭീകരവാദികളാകാനാകും? ഇവർക്കെങ്ങനെ തീവ്രവാദികളാകാനാകും? ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇസ്ലാം സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. ഇസ്ലാം എല്ലാ അർത്ഥത്തിലും നന്മയുടെ ആദർശ പ്രസ്ഥാനമാണ്. ആ ഇസ്ലാമിനെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇന്ന് ഇരുട്ടിന്റെ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, എന്തുകൊണ്ട് ഇത്രമാത്രം നന്മയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ജീവിതത്തിന് മുഴുമേഖലയെ സ്പർശിക്കുന്ന ഈ ആദർശത്തെ എന്തുകൊണ്ടാണ് ഇവർ തീവ്രവാദമായി ഭീകരതയായി പഠിപ്പിക്കുന്നത്? ആ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും നന്മയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഇസ്ലാം ഉറച്ചു നിൽക്കുന്നു. അതാർക്കും സഹിക്കണില്ല, അതാർക്കും അങ്ങോട്ട് ദഹിക്കണില്ല. കാരണം മദ്യത്തിനെതിരെ ഖുർആനിനോളം ഇസ്ലാമിനോളം കർക്കശമായ നിലപാട് സ്വീകരിച്ച ഒരു മതഗ്രന്ഥം ലോകത്തെവിടെയാണുള്ളത്? ഏതാണുള്ളത്? വ്യഭിചാരത്തിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച ഒരു ഗ്രന്ഥം ലോകത്തെവിടെയാണുള്ളത്? സകലവിധ തോന്നിവാസങ്ങൾക്കുമെതിരെ പ്രതികരിച്ച ഗ്രന്ഥം. നമ്മൾ അറിയണം, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും അരുത്. മാന്യമായ വേഷവിധാനത്തെ കുറിച്ച് പഠിപ്പിച്ച ഇസ്ലാം, എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ സൗന്ദര്യ പ്രകടനമായി തെരുവിലിറങ്ങരുത് എന്ന് പഠിപ്പിക്കുന്ന മതം. അതേ, കച്ചവടക്കാർക്ക് അവരുടെ കച്ചവട വസ്തുക്കൾ സജീവമായി ചെലവഴിക്കുവാൻ വേണ്ടി പെണ്ണിന്റെ സൗന്ദര്യത്തെയും അവരുടെ മാംസത്തെയും കച്ചവട ചരക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കച്ചവട സമ്രാട്ടുകളുടെ കുബുദ്ധിക്ക് ഇസ്ലാം എതിര് നിൽക്കുന്നു. എല്ലാ അർത്ഥത്തിലും മദ്യവും മദിരാക്ഷിയുമില്ലാത്ത ഒരു സമ്പദ്ഘടനയെ കുറിച്ച്, ഒരു കച്ചവട മേഖലയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ അർത്ഥത്തിലുള്ള സകലവിധ തിന്മകൾക്കുമെതിരെ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന ഖുർആന്റെ വരികൾ എങ്ങനെ അവർക്ക് ദഹിക്കും? എങ്ങനെ അവർക്ക് സഹിക്കും? ലോകം സാമ്പത്തിക രംഗത്തെ വല്ലാത്ത അവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ പലിശക്കെതിരെ പ്രതികരിക്കുകയും അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, രണ്ടാമത്തെ ബഖറ 275 വചനം, കച്ചവടം അനുവദിച്ച ഇസ്ലാം പലിശ നിഷിദ്ധമാക്കുന്നു. കച്ചവടവും പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക ക്രമവുമാണ് ഇന്നിന്റെ ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് മൂല കാരണമെന്ന തിരിച്ചറിവിലേക്ക് ബുദ്ധിജീവികൾ തിരിച്ചു വരുന്ന ഈ കാലഘട്ടം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലിശക്കെതിരെ കൃത്യമായ സൃഷ്ടിപരമായ പ്രായോഗികമായ പ്രതികരണങ്ങൾ പ്രഖ്യാപിച്ച ആ രീതിയിൽ സാമ്പത്തിക ഘടനയെ ലോകത്തിന് വിശദീകരിച്ച ഇസ്ലാമിന്റെ വരികൾ, ഖുർആന്റെ വരികൾ എങ്ങനെ ദഹിക്കും ഇവർക്ക്? എങ്ങനെ സഹിക്കും ഇവർക്ക്? ഇങ്ങനെ ഏതേത് മേഖലകൾ എടുത്തു നോക്കിയാലും സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഇസ്ലാം ഉറച്ചു നിൽക്കുന്നു, ഖുർആൻ ഉറച്ചു നിൽക്കുന്നു. ഇത് സഹിക്കാത്ത, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇതിനോട് വെറുപ്പുള്ള, ഇതിനോട് അറപ്പുള്ള ഈ ആശയം വളർന്നാൽ, ഈ ആശയം ജ്വലിച്ചാൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നശിക്കുമെന്ന തിരിച്ചറിവാണ് ഇരുട്ടിന്റെ ശക്തികൾക്ക്, ലോക കച്ചവട സമ്രാട്ടുകൾക്ക്, ലോക സാമ്രാജ്യത്വ ശക്തികൾക്ക്, എല്ലാ അർത്ഥത്തിലുമുള്ള പിശാചിന്റെ കൂട്ടുകാർക്ക് ഇതിനെതിരെ തിരിയാൻ, ഇതിനെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കാൻ, മുസ്ലിങ്ങളുടെ സമൂഹ മധ്യത്തിൽ തീവ്രവാദികളായി മുദ്രകുത്താൻ, ഇസ്ലാമിനെ ഭീകരവാദമായി പരിചയപ്പെടുത്താൻ ഇവർക്കുള്ള ആവേശം, ഇവർക്കുള്ള പ്രചോദക ഘടകം, അതിനുവേണ്ടി മീഡിയ എന്ന മൂർച്ചയുള്ള ആയുധത്തെ അവർ ഉപയോഗിച്ചു വരുന്നു. സഹോദരങ്ങളെ, പലപ്പോഴും ഇസ്ലാമിനെ പഠിക്കാത്ത, ഇസ്ലാമിനെ അറിയാത്ത, പ്രമാണങ്ങൾ പഠിക്കാത്ത ചില ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിന് ഇസ്ലാമല്ല കാരണം. ഇസ്ലാം അതിന് കാരണമല്ല. തെറ്റവരുടെ ഭാഗത്താണ്, പിഴവ് അവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിഴവിന്റെ വെളിച്ചത്തിലല്ല ഇസ്ലാമിനെ അറിയേണ്ടത്, അവരുടെ വികൃത ചെയ്തികളിലല്ല സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനമായി ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ അറിയുക, എങ്കിലേ ഇസ്ലാമിനെ കൃത്യമായി അറിയാനാവൂ. അതുകൊണ്ട് ഇവിടെ ഇസ്ലാം പരിചയപ്പെടുത്തപ്പെടുകയാണ്, ഇസ്ലാമിനെ ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ മഹിതമായ ആദർശത്തെ മുറുകെ പിടിക്കുന്ന, ഇസ്ലാമിനെ മാനവ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാഹി പ്രസ്ഥാനം കൃത്യമായി ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ആദർശ സമ്മേളനത്തിന് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. അതോടൊപ്പം ഇസ്ലാം ഒരർത്ഥത്തിലും നിർബന്ധ മത പരിവർത്തനത്തിന് ആഹ്വാനം നൽകുന്നില്ല, പ്രചോദനം നൽകുന്നില്ല. പലപ്പോഴും ഇസ്ലാം ഇന്ത്യയിൽ വളർന്നത് വാളുകൊണ്ടും വടിവാളും കൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ
മുഗൾ സാമ്രാജ്യത്വ ചരിത്രത്തിൽ ആ ഒരർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ, കേരളക്കരയിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, ചരിത്രകാരന്മാർ പറയട്ടെ, തരം കിട്ടുമ്പോഴെല്ലാം അവസരം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു മലയാളിയായ എഴുത്തുകാരൻ നമുക്കറിയാം. വേട്ടക്കാരനും വിരുന്നുകാരനും പോലുള്ള അദ്ദേഹത്തിന്റെ കൃതികളിൽ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ എന്തെല്ലാം എഴുതി വിട്ടു റസൂലുള്ളാഹിനെ കുറിച്ച്, എന്തെല്ലാം എഴുതി പരിചയപ്പെടുത്തി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം തന്നെ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒരു വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഭയാർത്ഥികൾ എന്ന പുസ്തകത്തിന്റെ 466-ാമത്തെ പേജിൽ 600 കൊല്ലം മുസ്ലിം ഭരണത്തിന് ശേഷവും ഉത്തരേന്ത്യയിലെ ജനസംഖ്യയിൽ 11% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. മുഗൾ സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ നിർബന്ധ മതപരിവർത്തനം നടന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ബുദ്ധിജീവിയുടെ, ഈ എഴുത്തുകാരന്റെ ഈ വരികൾ തള്ളിക്കളയരുത് നമ്മൾ. അന്ന് വാളും വടിവാളും കൊണ്ടുള്ള ശക്തമായ മത പരിവർത്തനം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലല്ലോ, ഇന്നേ വരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് ന്യൂനപക്ഷമായി മുസ്ലിം ഉമ്മ നിലനിൽക്കുന്നു. ഇത് തന്നെ ഇന്ത്യയിൽ നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടില്ല എന്നതിന് വളരെ കൃത്യമായ ചരിത്ര വസ്തുതയാണിത്. തീർന്നില്ല. സ്വാമി വിവേകാനന്ദൻ പറയട്ടെ, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 3-ാം വാള്യം 186-187 പേജുകളിൽ ഇന്ത്യയിൽ മതപരിവർത്തനം നടന്നത്, അല്ലെങ്കിൽ ഇസ്ലാം വളർന്നത് വാളുകൊണ്ടും തീ കൊണ്ടുമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഭ്രാന്തിന്റെ പാരമ്യമാണ് എന്ന് വിശദീകരിച്ച വിവേകാനന്ദന്റെ വരികൾ. തീർന്നില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി പറയട്ടെ, നിർബന്ധ മതപരിവർത്തനം എന്നത് ഇസ്ലാമിന്റെ അജണ്ടയിലുള്ളതല്ല. പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാതൃക കാണുക സാധ്യമല്ല. മറിച്ച് ചില വരികളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് അഭിപ്രായപ്പെടുന്നു. പ്രമുഖ ചരിത്രകാരിയായ റൊമീല താപ്പർ അദ്ദേഹത്തിന്റെ അവരുടെ വർഗീയതയും ചരിത്ര പൈതൃകവും എന്ന പുസ്തകത്തിന്റെ 68-ാമത്തെ പേജ് ചിന്താ പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം വളർന്നത് നിർബന്ധ മത പരിവർത്തനത്തിലൂടെയല്ല എന്ന സത്യത്തെ ഈ പ്രമുഖ ചരിത്രകാരി റൊമീല താപ്പറും സാക്ഷി വഹിക്കുന്നു. തീർന്നില്ല. ഇന്തോനേഷ്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. അവിടെ ഏതെങ്കിലും ഒരു സേനാ നായകന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക പടയോട്ടമോ തേരോട്ടമോ നടന്നതായി ഇസ്ലാമിന്റെ വിമർശകർക്ക് കൃത്യമായ തെളിവുദ്ധരിച്ചുകൊണ്ട് പറയാനാവുമോ? മലേഷ്യൻ ചരിത്രത്തിൽ ചൂണ്ടിക്കൊണ്ട്, ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ നിന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന്, കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അങ്ങനെയൊന്ന് സർ എർദർ കീറ്റ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്നു. അതേ, A New Theory of Human Evolution എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ ഇസ്ലാം വളർന്നത്, വികസിച്ചത് വാളുകൊണ്ടല്ല, മറിച്ച് ഖുർആൻ കൊണ്ട്. ഒടുവിൽ ഖുർആന്റെ ഭാഷയായ അറബി ഭാഷയെ ഈജിപ്തുകാർ സ്വന്തം ഭാഷയായി നെഞ്ചിലേറ്റുകയും ഇസ്ലാമിന്റെ സ്വന്തം ആദർശമായി ജീവിതം പരിവർത്തിപ്പിക്കുകയും ചെയ്തു എന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത സർ എർദർ കീത്തിന്റെ വരികളാണിത്. ചുരുക്കത്തിൽ ഇസ്ലാം നിർബന്ധ മതപരിവർത്തനത്തിന് ആഹ്വാനം നൽകിയിട്ടില്ല. ചരിത്രകാരന്മാർ ഗൗരവമായ സത്യത്തെ പറയുന്നു. എല്ലാ അർത്ഥത്തിലും സത്യം അതാണ്. അതെ, ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന റുശ്ദു മിനൽ ഗയ്. എല്ലാ അർത്ഥത്തിലും നിർബന്ധ മത പരിവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഖുർആന്റെ വരികൾ. മറിച്ച് നന്മ പഠിപ്പിക്കുകയും തിന്മ വിരോധിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ഉമ്മയോട് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം. അതിന്റെ ഭാഗമെന്നോണം ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മുസ്ലിങ്ങൾ, അതേ പ്രത്യേകിച്ച് ആദർശ പ്രബോധകർ തിരിച്ചറിയണം. ജിഹാദ് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഞാൻ അതിലേക്ക് കടക്കുകയല്ല. സഹോദരങ്ങളെ, നടക്കട്ടെ ദഅവത്ത്. ഖുർആനും അതിന്റെ വിശദീകരണമായ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിന്റെ മഹിതമായ ആശയത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാൻ, മഹിതമായ ഈ ആദർശത്തിന്റെ, ഈ ആദർശം വെളിച്ചം വീശുന്ന മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ ഉറ്റവരെ, നമ്മുടെ ഉടയവരെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സഹോദരങ്ങളെ ക്ഷണിക്കാൻ, ഇതാണ് ഇസ്ലാം. നിങ്ങൾ കാണുന്ന, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ ഒന്നല്ലത്. ഇത് ലോകങ്ങളുടെ തമ്പുരാൻ, ലോകങ്ങളുടെ നാഥൻ പരിചയപ്പെടുത്തിയ എന്റെയും നിന്റെയും ആദർശം, ലോകങ്ങളുടെ സട്ടാവ് പഠിപ്പിച്ച ആദർശമെന്ന് പച്ചയായി പറയാൻ, മനുഷ്യ മനസ്സുകളോട് പറയാൻ, മനുഷ്യ ദിശകളെ തൊട്ടുണർത്താൻ ഇസ്ലാഹി പ്രവർത്തകർ
പ്രവർത്തകർ ഈ ആദർശ സമ്മേളനത്തിലൂടെ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ അറിയുക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, ഏതൊരു മതത്തെയും അറിയുക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ഏതാണോ സത്യമെന്ന് ബോധ്യപ്പെടുന്നത് ആ മഹിതമായ സത്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കണ്ണും കാതും കൽബും തുറന്നുകൊണ്ടാണ് മതത്തെയും മതപ്രമാണങ്ങളെയും പഠിക്കാനും വിലയിരുത്തുവാനും നാം തയ്യാറാകുന്നത് എങ്കിൽ അതിനോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമെങ്കിൽ നിശ്ചയം ആ മഹിതമായ സത്യത്തെ, ആ മഹിതമായ ആദർശത്തെ അനുഭവിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്കാവും. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ ഈ ആദർശ സംഗമം, ഈ ചർച്ച, ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇവിടെ അറിയിക്കുകയാണ് നിശ്ചയിക്കപ്പെട്ട സമയപരിധി കൊണ്ട്. പടച്ച റബ്ബേ, ഈ അത്തരത്തിലുള്ള ആദർശ സംരംഭങ്ങളും ഇത്തരത്തിലുള്ള ദഅവാ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള നിന്റെ മാർഗത്തിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾക്കും നീ ഇരട്ടിക്കിരട്ടി പ്രതിഫലം നൽകി നീ ഞങ്ങളെ സ്വർഗാവകാശികളായി അനുഗ്രഹിക്കുമാറാകണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ